പുൽപ്പള്ളിയിലെ ഡാറ്റ്സ് സ്വിമ്മിംഗ് പൂളിൽ വളരെയധികം വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും നീന്തൽ പരിശീലനം നൽകി വരുന്നു. കുട്ടികളെ വെള്ളത്തിൽ നിന്നുള്ള അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത്. ഗ്രാമപഞ്ചായത്തുകൾ മുൻകൈയെടുത്ത് ഓരോ പഞ്ചായത്തിലും സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിക്കുകയും വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ ബേസ് ആയി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പരിശീലനം നൽകുകയും ചെയ്താൽ ഒരു പരിധിവരെ എല്ലാ കുട്ടികൾക്കും നീന്തൽ വശമാക്കുവാൻ സാധിക്കും. പുൽപ്പള്ളിയിലെ ഡാറ്റ്സ് സ്വിമ്മിംഗ് പൂളിൽ ഡിവൻസ് PA, ജോൺസൺ VM, ജോൺസൺ തൊട്ടിയിൽ, ദേവപ്രിയ എന്നിവരാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്. മെയ് 1 മുതൽ പുതിയ ബാച്ചും ആരംഭിക്കുന്നുണ്ട്. വെക്കേഷൻ കാലങ്ങളിൽ കുട്ടികൾ വെള്ളത്തിൽ പോയി മരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്ന് പേപ്പർ എടുത്ത് നോക്കിയാലും കുട്ടികൾ വെള്ളത്തിൽ പോയി മരിക്കുന്നു. കുട്ടികളും യുവാക്കളും വെള്ളത്തിൽ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നിർബന്ധമായി നടത്തേണ്ടതായിരിക്കും. എല്ലാ പഞ്ചായത്തിലും സ്വിമ്മിംഗ് പൂൾ പണിതുകൊണ്ട് ആ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഓരോ സ്കൂളുകൾക്കും ഓരോ ടൈം കൊടുത്ത് നീന്തൽ പരിശീലനം നടത്തി കുട്ടികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിന് ഗവൺമെൻറ് ത്രിതല പഞ്ചായത്തുകളും ഗവൺമെൻറ്റും അതിന് മുൻകൈ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഞാനിത് 10-15 വർഷമായി വയനാട്ടിൽ നീന്തൽ പരിശീലനം നടത്തി വരുന്നു. ആദ്യമൊക്കെ കുളങ്ങളിലും പുഴകളിലും ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളത് ഒരു 10ഓളം സ്പോർട്സ് പ്രേമികളുടെ ആഭിമുഖ്യത്തിൽ പുൽപ്പള്ളിയിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ 3 വർഷമായിട്ട് ഇവിടെ നീന്തൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വയനാട് ജില്ലയിൽ 5000-ഓളം കുട്ടികളെ നീന്തൽ പരിശീലിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും ഉണ്ട് പരിശീലനം. പ്രത്യേകം വനിതകൾക്കും എല്ലാവർക്കും ഒരേപോലെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു വ്യായാമമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ തല തൊട്ട് കാൽപാദം വരെ എല്ലാ അവയവങ്ങൾക്കും ഒരേപോലെ നീന്തൽ നടത്തിയാൽ വ്യായാമം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും ഇത് നല്ലതാണ് നീന്തൽ. അതുപോലെ തന്നെ കുട്ടികളുടെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നല്ലൊരു ഇതാണ്. വെള്ളത്തിൽ പോയി മരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ കുട്ടികളെ രക്ഷപ്പെടുത്തുക. അതുപോലെ തന്നെ മുതിർന്നവരെയും കുട്ടികൾ കൂട്ടം കൂടി വെള്ളത്തിൽ പോയി മടകളുണ്ട്, അതുപോലെ തന്നെ പുഴകളുണ്ട്. പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി ചാടിയിട്ട് ആണ് മരിക്കുന്നത്. അതിന് നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ പഞ്ചായത്തും ഇതിന് മുൻകൈ എടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ നിയന്ത്രിക്കാൻ. അതിന് നമ്മൾ എല്ലാവിധ പ്രോത്സാഹനം നമ്മളിവിടെ പുൽപ്പള്ളി സ്വിമ്മിംഗ് പൂളിൽ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഹലോ എവരിവൺ, ഞാൻ ടോംസ് ജോസ്, ക്യാപ്റ്റനാണ് മെർച്ചൻ്റ് നേവിയിൽ. അപ്പം എൻ്റെ 2 പിള്ളേരുണ്ട്, പെൺപിള്ളേർ. അവരെ ഞാൻ സമ്മർ ക്യാമ്പിന് ഇവിടെ പൂളിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറക്കി ഇപ്പോൾ 3rd ക്ലാസ് ആയപ്പോഴത്തേനും ഒരാൾ നന്നായി പഠിക്കുകയും ഒരാൾ ഏകദേശം പഠിച്ചു വരുന്നുമുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെർച്ചൻ്റ് നേവി പോലെ ഒരു പ്രൊഫഷൻ മാത്രമല്ല, മറ്റ് നമ്മുടെ ഇവിടെ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പുഴയിൽ വീണ് പോവുകയാണെങ്കിലും പലപ്പോഴും ഈ ഒന്നും അറിയാത്തത് കൊണ്ടാണല്ലോ നമുക്ക് മുങ്ങി മരിക്കുന്ന മരണമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിലേക്കുള്ള ഒരു പുതിയ ടെക്നിക്ക് പഠിക്കാൻ വേണ്ടിയാണ് വിട്ടേക്കുന്നത്. ഇങ്ങനെ ഒരു കോച്ചിങ് എന്തായാലും അത്യാവശ്യമായിട്ടും എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ്. ഓക്കെ, താങ്ക് യു. നീന്തൽ പരിശീലിക്കുന്നിടത്ത് കുട്ടികളുടെ മാതാപിതാക്കളും കുറേ പേർ വന്നിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ വെള്ളത്തിൻ്റെ ക്ലോറിനും വെള്ളത്തിൻ്റെ pH പരിശോധിച്ച് വെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പുവരുത്തിയിട്ടാണ് ഇവിടെ നീന്തൽ പരിശീലനം നടത്തുന്നത്. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി രാമിൻ ജോസഫ്.